ഹായ് ഫ്രണ്ട്സ്, ഈ ഫ്ലവർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല, തുമ്പിമോക്ക് ക്ലാസ് പോകുമ്പോൾ കുത്തി പോകാനാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് റോസാപ്പൂ കുത്തിയിട്ട് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടി എടുത്ത് വെച്ചതാണ്. അങ്ങനെ അവൾ ഒരുക്കി കഴിഞ്ഞ് അവൾക്ക് ഫ്ലവറൊക്കെ കുത്തി കൊടുക്കാണ്ട്. വലത്താണോ ഇടത്താണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ അങ്ങനെ ഇടത്തെ ഭാഗത്ത് നല്ല നീറ്റായിട്ട് കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് പാട്ടൊക്കെ പഠിച്ച് ചെല്ലാനാണ് പറഞ്ഞത്. അങ്ങനെ അവളെ കൊണ്ട് പാട്ടൊക്കെ ഒന്ന് പാടിക്കണം. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കണമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ ആ ലോങ് വീഡിയോ കണ്ടാൽ. എന്താ അവൾ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാതെ അവൾ പാട്ടൊക്കെ പാടി പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചിരിയും കളിയൊക്കെ കണ്ട് കാശിമോൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കാശിമോൻ വെറീസ് ആവണതിന് മുന്നേ തന്നെ അവനൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചാൽ അവൻ അവിടെ കിടന്ന് വീണ്ടും കളിച്ചോളൂ കേട്ടോ. അപ്പോൾ അവന് വേണ്ട കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ ആൾ ഓക്കെയാണ് കേട്ടോ. തുമ്പിമോക്ക് പൂ കുത്തി കൊടുത്തപ്പോൾ ഞാൻ ചെറുതായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് കുറേ നേരം ഒന്നും അന്ന് അതിനകത്ത് നിൽക്കൂലെന്ന്. അതുമായി തന്നെ ആ പൂവ് എൻ്റെ ഇതളും കാര്യങ്ങളൊക്കെ 2 ചാട്ടത്തിൽ അവൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഡ്രസ്സുമിലുള്ള പൂവൊക്കെ വെച്ച് അവൾ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി കുഴപ്പമില്ലാതെ പാട്ടൊക്കെ പഠിച്ചിട്ട് ഇനി ക്ലാസ്സിലേക്ക് പോയി പാടുമോ ഇല്ലയെന്നൊക്കെ കണ്ടറിയട്ടോ. എന്താ നമ്മൾ തരക്കേടില്ലാതെ നല്ല രീതിക്ക് അവൾ പഠിപ്പിച്ചു കൊടുത്ത പോലെ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ക്ലാസ് പോയാൽ എന്താ പാടുമെന്ന് മിസ്സിനോട് ചോദിക്കണം, പാടിയോ ഇല്ലയെന്നൊക്കെ. അങ്ങനെ അവൾ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ചെറിയ പണിയും കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, എലക്ഷൻ ആയില്ല. അപ്പോൾ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ച് കൃത്യമായിട്ട് നോക്കി എഴുതുകയാണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് പോലും വരാതെ ക്ലിയറാക്കി എഴുതണം. അങ്ങനെ അച്ഛൻ്റെയും അമ്മേൻ്റെയും എൻ്റെതും ഡാട്ടൻ്റെയും ഒക്കെ നോക്കി എഴുതുകയാണ് കേട്ടോ. അത് എഴുതി കഴിയാൻ നേരത്ത് തുമ്പിമോക്ക് പോകാൻ സമയം. അങ്ങനെ അവൾക്ക് ടാറ്റയൊക്കെ കൊടുക്കണം. അപ്പോഴാണ് പാപ്പൻ കാശീനെയും തുമ്പീനെയും കാണാൻ വന്നത്. പാപ്പ ഇടയ്ക്ക് മക്കളെ കാണാൻ ഒരു വിസിറ്റിംഗ് ഉണ്ട് കേട്ടോ. എന്താ തുമ്പിമോള് ടാറ്റയൊക്കെ കൊടുത്ത് അവർ പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാശീനെയും കൂട്ടി ഒന്ന് മെല്ലെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അവൻ കൈയൊക്കെ പിടിച്ച് കുറച്ച് നേരം എല്ലാം ഇങ്ങനെ നടക്കും കേട്ടോ. അവന് മുറ്റത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ബായ്.